മലിനീകരണമില്ലാത്ത വാഹനങ്ങളുടെ ഉപയോഗം രാജ്യത്ത് വർദ്ധിപ്പിച്ച് ഇലക്ട്രിക് CNG തുടങ്ങി പ്രകൃതി സൗഹാർദ്ദ ഇന്ധനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ നാട്ടിലെ സർക്കാരുകൾ നടത്തിവരുന്നത്. അതിനാൽ തന്നെ എഥനോൾ, മെഥനോൾ, ബയോ CNG, ബയോ LNG, ഇലക്ട്രിക് എന്നീ വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ പല ചുവടുവയ്പ്പുകളും നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാം അപവാദമായി മാറുന്ന ഒരു വാഹനത്തെക്കുറിച്ച് നാമെല്ലാം അറിഞ്ഞിരിക്കണം. പുനലൂർ നഗരസഭയിലെ ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള ജീപ്പാണ് താരം. അത്രയ്ക്ക് ദയനീയമായ അവസ്ഥയിലാണ് ഈ ജീപ്പ്. പുനലൂർ നഗരസഭയ്ക്കുള്ളിലെ ആരോഗ്യവകുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെങ്കിൽ ഈ വാഹനം കൂടിയേ തീരൂ. 2 മാസം കൂടി മാത്രമേ ഇതിന് രേഖാപരമായി നിരത്തിലിറങ്ങാൻ അനുമതിയുള്ളൂ എന്നതാണ് മറ്റൊരു സത്യം. ജീപ്പിൻ്റെ ഏതു ഭാഗത്തും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. തുരുമ്പെടുത്ത് അവസ്ഥയിലായ ഈ ജീപ്പിൽ എവിടെ തൊട്ടാലും സെപ്റ്റിക് ആകും എന്നതാണ് സത്യം. സീറ്റുകളാകട്ടെ അതിനേക്കാൾ ശോചനീയമായ അവസ്ഥയിലാണുള്ളത്. നഗരസഭയുടെ കീഴിലുള്ള പ്രധാനപ്പെട്ട വകുപ്പായ ആരോഗ്യവകുപ്പിൻ്റെ ഈ വാഹനം യഥാസമയം സർവീസ് പോലും നടത്താതെ കോവിഡ് സമയത്ത് ഉൾപ്പെടെ ഈ വാഹനത്തെ പരമാവധി ഉപയോഗിച്ച് നീരെടുത്ത് ചണ്ടിയാക്കിയിട്ട് ഇങ്ങനെയൊരു ദുരവസ്ഥ ഉണ്ടായതിൽ ദുഃഖമുണ്ടെന്ന് വരുത്തി തീർക്കാൻ അധികാരികൾ മൂക്കുപിടിഞ്ഞ് മുതലക്കണ്ണീരൊരുക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് ജനങ്ങളുടെ പരിഹാസം. കണ്ടം ചെയ്യാറായ ഇത്തരം വാഹനങ്ങളിൽ ആരോഗ്യ പ്രവർത്തനം നടത്തിയാൽ ആരോഗ്യ പ്രവർത്തകരുടെയും ഗുണഭോക്താക്കളുടെ ആരോഗ്യം ഒരുപോലെ തകരാറിലാകുമെന്നും പിന്നീട് എണ്ണത്തോണിയാണ് ഉപകാരപ്പെടുകയെന്നും നാട്ടുകാർ പരിഹസിക്കുന്നു. ഇത്തരമൊരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അധികാരികൾ മുൻപേ നടത്തണമായിരുന്നുവെന്നും നാട്ടുകാർ ഓർമ്മിപ്പിക്കുന്നു. 550 കിലോമീറ്റർ ദൂരവും ഒരു 5 കിലോമീറ്റർ വിസ്തൃതി പരിശോധിച്ച് നോക്കിയാൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയിൽ താമസിക്കുന്ന